how are you? I am Sira Francis, life coach counselor. ഞാനേ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയല്ല കല്യാണം. എന്താ ഇങ്ങനെ പറയുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല കേട്ടോ, കല്യാണത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ 86% ആൾക്കാരും, അതായത് കൂടുതലും പെൺകുട്ടികൾ കേരളത്തിൽ പറയുന്നത് കല്യാണം വേണ്ട എന്നുള്ളതാണ് ഒരു ഗൂഗിൾ സർവേയുടെ കണക്കനുസരിച്ച് പറയുന്നത്. ഞാൻ ഈ പറയുന്ന 1 വർഷത്തിന് മുമ്പാണ്. ഇപ്പോൾ അതിനുശേഷം അത് വീണ്ടും കൂടിയിട്ടുണ്ടാവും. അതിന് കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസും പറയാനുണ്ടാവും. കാരണം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൻ്റെ അകത്തോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇനി കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അവരുടെ അപ്പന്മാരോട്, അമ്മമാരോട്, സിസ്റ്റേഴ്സിനോട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടാണ്. നമുക്കേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പ്രീ മാരേജ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് ശരിക്കും നമ്മൾ കൂടുന്ന എന്തിനാ? നമുക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി. അത് കൂടിയാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് പോയി ഇരുന്ന് ഉറങ്ങിയിട്ടാണെങ്കിലും ആ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കും. നമുക്ക് അവിടുന്ന് സർട്ടിഫിക്കറ്റ് വേണം. അത് പക്ഷേ നല്ല കോഴ്സാണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ക്ലാസ് എടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അത് മാത്രം മതിയോ ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ. അത് മാത്രം പോരാ. നമുക്ക് ഒരു പ്രീ മാരേജ് കൗൺസിലിങ്ങും വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുന്ന പോലെയല്ല നമ്മുടെ ജീവിതം. അത് നമുക്ക് കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതൊന്നുമല്ല കല്യാണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ. അതുമായിട്ട് നമ്മൾ മാനസികമായിട്ട് ഇഴുകി ചേരാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ കുടുംബജീവിതം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ എന്ന് കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, അധികാരികള്, പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. എത്രയോ ഡിവോഴ്സുകൾ ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രീ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പ്രീ മാരേജ് കൗൺസിലിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രീ മാരേജ് കൗൺസിലിംഗിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേര് ഒരുമിച്ച് ഒരു കൗൺസിലറുടെ അടുത്ത് തന്നെ ചെല്ലുകയാണ്. അവിടെ വെച്ചിട്ട് അവർ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്, സെപ്പറേറ്റും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഈ കൗൺസിലർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവരുടെ അടുത്ത് ചോദിക്കും. ഒരുപാടൊന്നുമല്ല, ഒരു 5-6 ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് ചോദിക്കും. അതിൻ്റെ അകത്ത് സാമ്പത്തികം ഉണ്ടാവും. അതായത് നിങ്ങൾ എങ്ങനെയാണ് പൈസ സേവ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകണോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ, ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടി പറയാണ് എനിക്ക് ഭാര്യ ജോലിക്ക് പോകുന്ന ഇഷ്ടമില്ല, പെൺകുട്ടി പറയാണ് എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടം. അവിടെ വെച്ച് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുകയാണ്. പിന്നെ കുടുംബ വീട്ടിൽ താമസിക്കണോ, അതായത് അമ്മായിപ്പന്റെയും അമ്മായിമ്മയുടെയും ഒക്കെ കൂടെ താമസിക്കണോ, അതോ സെപ്പറേറ്റ് ആണോ താമസിക്കേണ്ടത്? ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യമാണെന്ന്. പക്ഷെ ഇതൊക്കെ വലിയ കാര്യമാണ്. നമ്മുടെ മുമ്പിലോട്ട് ഓരോ കേസുകൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും കുഞ്ഞു കാര്യങ്ങളാണ് അത് ഒരു വലിയ ഭൂകമ്പമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം. അതുപോലെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ അവിടെ വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുവാണ്. അപ്പോൾ ഒരു 85% അടിക്കുള്ള ചാൻസ് അവിടെ കുറയുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രീ മാരേജ് കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ ഒരു ഹീലിങ്ങും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നല്ല പേടിയുള്ളവരുണ്ട്. ചിലപ്പം നമ്മുടെ മനസ്സിലോട്ട് ഞാൻ എവിടെയോ വായിച്ചതല്ല, ഞാൻ എവിടെയോ ഏതോ ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വേറൊന്നുമല്ല, ഈ പെൺകുട്ടിയുടെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, അതെ ആൺകുട്ടിയുടെ അടുത്ത് മിണ്ടരുത്, ആൺപിള്ളേരോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കൊച്ചിന്റെ ഇന്നർ മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ആൺകുട്ടികളോട് സംസാരിക്കരുത്, മിണ്ടരുത്, നോക്കരുത്, ഇങ്ങനെയുള്ള കാര്യം. ആ കുട്ടിയുടെ കല്യാണം നന്നായിട്ട് സക്സസ് ആയില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്. ഓക്കെ, ഇതൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെയൊക്കെ കുറെ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ പോലെ അമ്മമാർക്കും അപ്പന്മാർക്കും ഒന്നും കുത്തിയിരുന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴാണ് നമ്മളെപ്പോലെയുള്ള പ്രൊഫഷണൽസിന്റെ ആവശ്യം വരുന്നത്. സോ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു കൗൺസിലറിന്റെ അടുത്ത് മാരേജ് കൗൺസിലിങ്ങിന് വിടണം. അത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതിനുവേണ്ടി ഇത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഇത് കാലത്തിന്റെ ആവശ്യമാണ്. ഇത് നമ്മൾ വെറുതെ തള്ളിക്കളയേണ്ട
ഒരു കാര്യമല്ല. ഒരു എത്രമാത്രം നമ്മളൊരു മെഡിക്കൽ റിപ്പോർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസോടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഈ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യവും. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ സ്വർണം എവിടെ നിന്നാണ് എടുക്കുന്നത്, ഡ്രസ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്, ഏത് ഇവന്റ് മാനേജ്മെന്റിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ. നമ്മൾ മക്കൾക്ക് എത്ര പോക്കറ്റ് മണി കൊടുക്കണം, ഇത് എത്ര പേരെ വിളിക്കണം, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ സന്തോഷവും മനസ്സമാധാനമുള്ള ഒരു കുടുംബജീവിതം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ വേറൊന്നുമില്ല, മറ്റൊരു വീഡിയോ എടുത്ത് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് കോച്ചിങ് ആൻഡ് വെൽനസ്.